ഞാൻ കേട്ടിട്ടുണ്ട് വലിയ അഭിഭാഷകര് ക്രൈം സീൻ പോയി ഒരു പോലീസുകാരെ പോലെ പഠിക്കുന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ. ഹരിഹർ വർമ്മ ആരാണെന്ന് ഇന്നും കേരള പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഹരിഹർ വർമ്മയെ കൊന്നത് ഹരിഹർ വർമ്മയുടെ കയ്യിൽ. ഇതിനകത്തൊരു പ്രശ്നം, അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്, കൊന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മീഡിയ എന്ന് പറയുന്നത് ഒരു റോട്ട് വീലർ പട്ടിയെ പോലെയാണ്. തെളിവ് നിയമങ്ങളും IPCയും CRPCയും ഒന്നും ശരിക്കും ചില തീരുമാനങ്ങളിൽ ബാധകമല്ലാതാവാറുണ്ടെന്നാണ്. 40 വർഷമായിരുന്നു ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് ഉത്തരവും തരാൻ പറ്റുന്നില്ല. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ കോടതിയും നിയമ സംവിധാനങ്ങളും. വേണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചിട്ടില്ലെന്ന് മാത്രം രാഷ്ട്രീയക്കാർക്കോ അധികാര കേന്ദ്രങ്ങൾക്കോ ഒന്നും ഇടപെടാൻ കഴിയാത്ത നമ്മുടെ സമൂഹത്തിൻ്റെ പരിപ്രേക്ഷ്യമാണത്. അവിടെ നടക്കുന്നത് പലതും നമ്മൾ അറിയുന്നില്ല, നമുക്ക് അറിയാൻ വഴികളുമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ചില അഭിഭാഷകർ അവരുടെ തൊഴിലിൽ പ്രശസ്തരായിരിക്കുന്നത് എന്നത് കൗതുകമുണർത്തുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അഭിഭാഷക സമൂഹത്തിലാവും. ഒരു ദിവസം 500 രൂപ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത അഭിഭാഷകർ, ഒരു ദിവസം 50 ലക്ഷവും 1 കോടിയും ഉണ്ടാക്കുന്ന അഭിഭാഷകർ, അതാണ് ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അഭിഭാഷക സമൂഹത്തിൽ പ്രശസ്തരാവുക അപൂർവം പേർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ്. അത്തരമൊരു അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് നമ്മുടെ അതിഥി. നമസ്കാരം സാർ. ഞാൻ അങ്ങേ കേരളീയ സമൂഹത്തിന് മിക്കവർക്കും അറിയാം, പക്ഷെ അധികം അഭിഭാഷകരെ കേരളീയ സമൂഹത്തിൽ അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കേരളം അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനായി അങ്ങ് എത്തിയത് എങ്ങനെയാണ്? അങ്ങ് ഈ ഒരു അവസ്ഥയിലേക്ക് വളർന്നതെന്ന് അങ്ങേക്ക് തോന്നുന്നു? സത്യം പറഞ്ഞാൽ ദൈവാധീനമാണത്, സത്യമാണത്. പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, കുറേ അവസരങ്ങൾ കിട്ടി. ഒരുപക്ഷെ ആ അവസരങ്ങൾ നല്ലപോലെയൊക്കെ ഉപയോഗിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടാവണം. പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ ആദ്യമേ തുടങ്ങിയത് ജസ്റ്റിസ് KP രാധാകൃഷ്ണൻ മേനോൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടാണ് തുടങ്ങിയത് കൊച്ചിയിൽ. അതെ. അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം, ഒരുപാട് ആരാധനയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെന്ന ഉടനെ അദ്ദേഹം 6 മാസം കൊണ്ട് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായി. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഹൈക്കോടതി ജഡ്ജായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അജിത്തെ, ഇത് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ ഫയലൊന്നും ഈ ഓഫീസിലുണ്ടാവില്ല, ഇതെല്ലാം വേറെ വലിയ വലിയ വക്കീലന്മാരുടെ അടുത്ത് പോകും. സാധാരണ ഹൈക്കോടതിയിൽ ഒരാൾ ജഡ്ജ് ആയാൽ അയാളുടെ ഓഫീസിനല്ലേ കൂടുതൽ കേസ് കിട്ടാൻ. അതെ, പക്ഷേ രാധാകൃഷ്ണൻ മേനോൻ സാറിന് മാത്രം നോക്കി വരുന്നൊരു കക്ഷികളാണ്. പക്ഷേ ഷൈജാനൊരു എറണാകുളം ഹൈക്കോടതിയിൽ അന്ന് ടാക്സേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് ഫയൽ ചെയ്താൽ ഒരു ഭാഗം വക്കാലത്ത് രാധാകൃഷ്ണൻ സാറിനുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പ്രമുഖനായ ഒരു സ്വാഭാവികമായിട്ട് ആ വക്കാലത്തുകൾ മേനോൻ ബൈയിലോ അതുപോലെ മറ്റുള്ള പീറ്റർ ആൻഡ് കർണാകരൻ അങ്ങനെയൊക്കെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള അഭിഭാഷക ഹൗസസ് ഉണ്ട്, അവർ അതിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞ് ഈ വക്കാലത്തുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല, അപ്പോൾ അജിത്തിന് ഈ ഓഫീസിൽ നിന്നിട്ട് വളരാൻ പറ്റില്ല, ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. അപ്പോൾ അജിത്തിനോട് എനിക്ക് പറയാനുള്ളത്, യു ഗോ ടു ദ ട്രയൽ കോർട്ട്. തിരുവനന്തപുരത്താണ് നിങ്ങളുടെ വീട്. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് നല്ലൊരു അഭിഭാഷകനെ കണ്ടുപിടിക്കുക, നല്ല കേസുള്ളൊരു അഭിഭാഷകനെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജൂനിയറായിട്ട് ഒരു 5 വർഷമെങ്കിലും വർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ട്രയൽ കോടതിയിൽ നല്ലതുപോലെ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടും. അന്ന് എൻ്റെ അച്ഛൻ പെൻഷനായ ഒരാളാണ്. അച്ഛൻ അന്ന് 600 രൂപ പെൻഷനേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് അതറിയാം. അപ്പം പറഞ്ഞ് 600 രൂപ കൊണ്ട് പെൻഷൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എറണാകുളത്ത് നിൽക്കാൻ പറ്റത്തില്ല, അബദ്ധമാണത്. അങ്ങനെ ഞാൻ ആ ഉപദേശം കേട്ട് തിരിച്ചു വന്നു. ഉണ്ട്, അച്ഛൻ തിരുവനന്തപുരത്താണ്, റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു കനി എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ മേനോൻ സാറിൻ്റെ ഉപദേശമാണ്. ഇന്ന് ഏത് ജൂനിയർ വന്നാലും ആദ്യം ഞാൻ പറയുന്ന ആ കാര്യമാണ്. നമ്മൾ മുനിസിപ്പൽ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും വേണം ഒരു അഭിഭാഷകൻ പ്രാക്ടീസ് തുടങ്ങേണ്ടത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇപ്പം സുപ്രീം കോടതിയിൽ അഭിഭാഷകർ തുടങ്ങുന്നവരുണ്ട്, ഹൈക്കോടതി അവരെല്ലാം മണ്ടന്മാരെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് കേസ് അറിയണമെങ്കിൽ, അതെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കളരിയിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ നമ്മളൊരാളെടുത്ത് ഇത് ശിക്ഷപ്പെടുമ്പം ഒരിക്കലും നമ്മളടുത്ത് ആയുധം തൊടാൻ സമ്മതിക്കില്ല. അവരാദ്യമേ ചുവടാണ് എടുപ്പിക്കുക. 5 വർഷം ശരിയായ രീതിയിൽ ചുവട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആയുധം തരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ചുവടറിയാത്തവന് വാൾ കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അവൻ്റെ വാൾ പിടിച്ചു വാങ്ങിച്ച് മറ്റവൻ അവൻ്റെ തലവെട്ടും എന്ന് പറഞ്ഞതുപോലെ മുനിസിപ്പൽ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഏറ്റവും കീഴ്ക്കോടതിയിൽ പോകണം.
അവിടെ ഒരു 5 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. അത് ശരിയായി കഷ്ടപ്പെട്ട് പൈസയൊന്നും കിട്ടാതെ ഇതെനിക്ക് ഭാവി തരും, ഈ പ്രൊഫഷൻ നല്ലതാണ്, ഇതിലെനിക്ക് താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പൂന്തോട്ടത്തിൽ പൂവിരിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്ന ഒരാൾക്ക്. എങ്ങനെയാണ് പിന്നെ സാർ തിരുവനന്തപുരത്ത് ഒരു വക്കീലിനെ കണ്ടെത്തിയത്? അല്ല, ഞാനിവിടെ വന്നിട്ട് ഞാൻ കോട്ടൂർ ഗോപാലകൃഷ്ണനുള്ള സാറിൻ്റെ കൂടെ ഇരുന്നു. അദ്ദേഹം അന്ന് പ്രമുഖനായ ഒരു സെഷൻസ് ലോയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാലം ഇരുന്നെങ്കിൽ അദ്ദേഹം വളരെ ചുരുക്കം കേസുകളെ എടുക്കുകയുള്ളൂ. ഒരു വർഷം ഒരു 4-5 കേസ്, ഭയങ്കര ഫീസാണ് അദ്ദേഹത്തിന്. അത്ര എടുക്കുള്ളൂ. അദ്ദേഹം അതിൽ കൂടുതൽ കേസ് എടുക്കത്തില്ല. മാക്സിമം ഒരു 5 മർഡർ കേസ്, അല്ലെങ്കിൽ ഒരു അങ്ങറ്റം പോയ ഒരു 10 മർഡർ കേസ് കൂടുതലൊന്നും ഒരു വർഷം എടുക്കില്ല. ഭയങ്കര ഫീസാണ്. ഞാൻ ചെന്ന സമയത്ത് തന്നെ അദ്ദേഹം 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം രൂപ വരെയൊക്കെ 84 ഫീസ് കക്ഷിയോട് പറയും. നിങ്ങൾക്ക് ആ ഫീസ് എനിക്ക് തരാനായിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തന്നാൽ മതി. അന്ന് കൊടുക്കുന്നു. സാറേ മതി, സാറേ ശരണമെന്നും പറഞ്ഞു വരുന്നു. പക്ഷേ ഇതുപോലെ ഒരു വക്കീലിനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി അതുപോലെ വക്കീൽ ഉണ്ടാകുകയില്ല. രാവിലെ 5 മണിക്ക് അദ്ദേഹം ഓഫീസ് വരും. ആരും വിശ്വസിക്കില്ല ഇത് പറഞ്ഞാൽ. 5 മണിക്ക് അദ്ദേഹം ഓഫീസ് വരും. 5 മണി തൊട്ട് 8 മണി വരെ അദ്ദേഹത്തിൻ്റെ ഫയലിൽ മുഴുവൻ, ആ കെട്ടെടുത്ത് നോക്കിയാൽ അറിയാം, മുഴുവൻ വലത്തുവശത്ത് ഇടതുവശത്ത് കുത്തിക്കുരയും വരയും പടം വരപ്പും ആ ഫയൽ കീറി മുറിച്ച് അദ്ദേഹം പഠിച്ചിരിക്കും. അദ്ദേഹം ക്രോസ് വിസ്തരിക്കാൻ കോടതിയിലെടുത്ത് ആകെ ഒരു 10 ചോദ്യം 15 ചോദ്യം, അതിൽ കൂടെ ഒരു സാക്ഷിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ കേസ് പുള്ളി ബ്രേക്ക് ചെയ്യും. ഇത്രയും കഴിവുള്ളൊരു അഭിഭാഷകനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി ഒരു 1-1.5 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കേസുകളിലൊന്നും നമുക്ക് ഒരു റോളുണ്ടാവില്ല. കാരണം അദ്ദേഹം മതി എന്ന് പറഞ്ഞ് വരുന്ന കക്ഷി, അദ്ദേഹത്തിന് 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ ഫീസ് കൊടുക്കണം, നമുക്കറിയാം അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് വരുന്നവരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു അവസരത്തിന് ചാൻസ് ഇല്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പേയ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. കാരണം അദ്ദേഹത്തിന് ജൂനിയേഴ്സിൻ്റെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ KS ഗോവിന്ദൻ സാറിൻ്റെ ഓഫീസിൽ, അദ്ദേഹം പ്രശസ്തനാണോ അവിടെ? അദ്ദേഹം അന്ന് ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. ഒരു ദിവസം സിവിൽ സൈഡിൽ 100-150 കേസ് ഒരു ദിവസം. സത്യമാണത്, ഞാൻ കണ്ട കാര്യമാണ്. എന്തിനു ഞാൻ കള്ളം പറയണം? മജിസ്ട്രേറ്റ് കോടതിയിൽ, എല്ലാ മജിസ്ട്രേറ്റ് കോടതിയിലും 10-15 ഫയൽ വെച്ച്, മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു 100-150 ഫയലുണ്ടാവും. സെഷൻസ് കോടതിയിലുണ്ടാവും ഒരു 10-25 ഫയൽ. എല്ലാം പാർട്ടിക്കാരുടെ ഫയലാണ്. ഇത്ര മാത്രം ഒരു 10 മണി ആകുമ്പോഴത്തേക്ക് ആ ഓഫീസ് എന്താ ഹൂന്നും പറഞ്ഞ് തേനീച്ചക്കുള്ള പോലെ. പാർട്ടി വക്കീലാണോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ന് തിരുവനന്തപുരത്ത് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പാവങ്ങളുടെ വക്കീൽ എന്നറിയപ്പെടുന്നത്. ഇന്നും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. KS ഗോവിന്ദൻ സാർ ഇന്നിപ്പോഴും ഉണ്ട്, 90 വയസ്സാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം പോലൊരു മനുഷ്യനാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് അവസരം തന്നു. അനിയ പോയി പറ എന്ന് പറഞ്ഞ് ഒരുപാട് ഫയലുകൾ എനിക്ക് പഠിക്കാനായിട്ട് അവസരം തന്നു. ഒരുപാട് ജൂനിയേഴ്സും കാണത്തില്ല അവിടെ. 10-21 ജൂനിയേഴ്സാണ്. എനിക്കവിടെ ഇരിക്കാൻ കൂടെ സ്ഥലമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് അവസരം തരും. പോയി അതിനൊന്നും വിഷമമില്ല, അദ്ദേഹം സന്തോഷമേ ഉള്ളൂ. അല്ല അപ്പം ഈ സെഷൻസ് കേസുകളും മറ്റുമൊക്കെ നടത്താനായിട്ട് സാർ മാത്രം തന്നെ പോകണം. അപ്പോൾ പല കേസുകളിലും സാറിന് എന്നെ കൂടെ കൊണ്ടിരുത്തും. ജില്ലാ സാറിന് മനസ്സിലായി അജിത് സാറിന് അറിയാവുന്ന കാര്യം. അല്ല, എനിക്കൊരു വിധം താല്പര്യമുണ്ടെന്നുള്ള അദ്ദേഹത്തിന് തോന്നി. ഞാൻ രാവിലെ ചെല്ലും, ഫയലെടുത്ത് നോക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുമസ്തനുണ്ടായിരുന്നു, മോഹനൻ എന്നും പറഞ്ഞ്. അപ്പോൾ മോഹൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ഒരു 5 മണിക്ക് ഇവിടെ വന്നാൽ രാത്രി ഒരു 10-11 മണി വരെ ഞാനിവിടെ ഉണ്ടാവും. അന്നിപ്പോൾ കമ്പ്യൂട്ടറൊന്നും, എല്ലാവരും പോകും. അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല. ഈ പ്രതികൾക്കൊക്കെ കൊടുക്കുന്ന അപേക്ഷകളും കാര്യങ്ങളും എല്ലാം കയ്യിലാണ് എഴുതുന്നത്. ഇത്രയും കേസുകളുള്ളതുകൊണ്ട് തലേ ദിവസം പിന്നെ T നമ്പർ കോഡിൽ പ്രതികൾ ഭാഗം അഡ്വക്കേറ്റ് KS ഗോവിന്ദൻ നായർ ബോധിപ്പിക്കുന്ന അപേക്ഷ, T നമ്പർ കേസിലെ പ്രതികൾ എഴുതണം. ജോലി സംബന്ധമായി നാഗർകോവിലൂടെ പോയിരിക്കുന്നതിൽ മേപ്പിടിയന്മാർ കോടതിയിൽ ഹാജരാവാൻ നിവൃത്തിയില്ല. ആകയാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ദയവുണ്ടായി പ്രതി ഹാജരാവാത്ത വീഴ്ച അനുവദിച്ച് പ്രതിഭാഗം വക്കീലിനെ കേട്ട് കേസ് മുന്നോട്ട് പോകണമെന്ന് അപേക്ഷിച്ചു കൊടുക്കും. ജൂനിയർ വക്കീലിന് അത്യാവശ്യമുള്ള എല്ലാം പഠിക്കാം. 5 മണി ഗുമസ്തൻ ഇവനെ ഫയൽ മുഴുക്കെ എടുത്തു തരും. അന്ന് അവിടെ ഒരു അമ്മാവനുണ്ടായിരുന്നു, ഒരു ഗുമസ്തൻ. സിവിൽ കോടതിയിൽ സിവിൽ കോടതിയുടെ പ്രൊസീജിയർ അയാൾക്ക് പച്ചവെള്ളം പോലെ അറിയാം. അയാളെടുത്ത് നമ്മളൊരു അന്യായം എഴുതുന്നുണ്ടെങ്കിൽ, ഒരു അന്യായത്തിൻ്റെ കോസ് ഓഫ് ആക്ഷനെ എല്ലാം അയാൾക്ക് പച്ചവെള്ളം പോലെ അറിയാം. അവരാണ് ആ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ആ ഫയൽ മുഴുക്കെ എനിക്ക് എടുത്തു തന്നിട്ട് ഞാനതിരുന്നിടത്തിരുന്ന് മുഴുവൻ നോട്ട്സ് എഴുതിയിട്ട് രാത്രി 10-11 മണി വരെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണമുണ്ടായി. അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് എനിക്ക് ദിവസം പറയും. അപ്പം അദ്ദേഹം കൂടെ എന്നെ അനിയൻ പോയി പറ, ജില്ലാ കോടതിയിൽ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അഭിപ്രായം പറയും. എല്ലാവരെയും പുള്ളി അനിയ എന്നേ വിളിക്കത്തുള്ളൂ. ഇപ്പോഴും അതുപോലെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് തരും, അറിഞ്ഞെനിക്ക് എന്തെങ്കിലുമൊക്കെ പൈസ തരും. മറ്റുള്ള ജൂനിയേഴ്സ് അറിയാതെ എനിക്ക് പൈസ തരും. അന്ന് 10-20-25 രൂപ തരും, ചിലപ്പോൾ 100 രൂപ തരും. അന്ന് എനിക്ക് തുടക്കത്തിൽ 5 രൂപ തരും. 5 രൂപ തരും.
ഒരു ദിവസം 5 രൂപ. സീനിയർ മോസ്റ്റ് ജൂനിയറിന് 25 രൂപ. 25 രൂപ, 25, 20, 15 അങ്ങനെ പോകും. ജൂനിയറായിട്ട് 10 കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇല്ലാതെ പിന്നെ ജീവിതം നോക്കുന്നുണ്ടെങ്കിൽ കക്ഷികളൊക്കെ നമുക്ക് എന്തെങ്കിലും തരും. പിന്നെ സാറ് പോലീസ് സ്റ്റേഷൻ മാറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വിടും. എന്നിട്ട് കക്ഷിയോട് പറയും വക്കീലാണ് വരുന്നത്, ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. അവർ നമുക്ക് എന്തെങ്കിലും ഒരു 50 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 500 രൂപയാണ്. അന്ന് 2 രൂപയ്ക്ക് നമുക്ക് ഊണ് കിട്ടും. ഒരു വിൽസ് സിഗരറ്റിന് 15 പൈസയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളല്ല. അന്ന് പെട്രോളിന് ഏതാണ്ട് 20 രൂപയോ എന്താണ്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 5 രൂപ കിട്ടിയാൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. ഇന്നത്തെ പോലെയുള്ള ഒരു ബുദ്ധിമുട്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 3 വർഷം നിന്നു. എനിക്കൊരുവിധം കേസസ് നടത്താൻ ഒരു എക്സ്പോഷർ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഒരു ഓഫീസ് ചെയ്യാൻ തുടങ്ങാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറൊരാളുടെ ഓഫീസിൽ എനിക്കൊരു ഇരിക്കാനായിട്ടൊരു ഇരിപ്പിടം തന്നു. ഇങ്ങനെ പോകുമ്പം സീനിയറിന് പണക്കം വരത്തില്ലേ? അല്ല, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ എന്നോട് അത് ഗോവി സാർ എന്നോട് പറഞ്ഞു കേട്ടോ. സാറ് പറഞ്ഞു, ഒരു ജൂനിയറായിട്ട് ഒരുപാട് കാലം ഒരു സീനിയറിനോട് ഇരിക്കല്ലേ. വൺസ് എ ജൂനിയർ ഓൾവേസ് എ ജൂനിയർ. നീ പോയി സ്വന്തമായിട്ടൊരു ഓഫീസ് തുടങ്ങണം, കഷ്ടപ്പെടണം. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കാണ്. അനിയനറിയാം, എന്നോട് പറഞ്ഞതാണ്. അനിയനറിയാം, ഞാൻ തിരുവനന്തപുരത്ത് AG's ഓഫീസിൽ ക്ലാർക്കായിട്ട് വന്ന് വൈകുന്നേരം പോയി LLB എടുത്ത് വന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ ജോലി രാജിവെച്ചു. ഒരു നിവൃത്തിയില്ല. ഞാനൊന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിവിടെ BP+ സാറിൻ്റെ ജൂനിയറായിട്ട് വന്നത്. എനിക്കൊരു നിവൃത്തിയില്ലാതെയാണ് ഞാൻ വന്നത്. പക്ഷേ ഇന്നിപ്പോൾ എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്രയും ജൂനിയർമാരുണ്ട്, ഇത്രയും കേസുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് നമ്മളെടുത്തേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റൂ. വളരെ ശരിയായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സാർ ഇങ്ങോട്ട് തന്നെ മാറുന്നു. ഞാൻ മാറി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വക്കീൽ ഓഫീസിലൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാനായിട്ടൊരു കസേര മേശയും തന്നു. അങ്ങനെ അവിടെ ഒരു 3 വർഷം ഇരുന്നിട്ട് അപ്പോഴേ അയ്യപ്പൻ പിള്ള എന്ന് പറഞ്ഞൊരു ടാക്സിൻ്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ബിൽഡിങ് പണിതിട്ട് അത് വക്കീലന്മാർക്ക് റൂമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി അന്ന് എൻ്റെ ബാങ്കിൽ എല്ലാം കൂടെ ഈ കിട്ടുന്ന പൈസ എല്ലാം ഞാൻ ബാങ്കിൽ കൊണ്ട് എൻ്റെ കയ്യിൽ ഒരു 15 രൂപയുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 1.25 ലക്ഷം രൂപ ആകുമോ അതിന് റൂമിന്? 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയാവും. അപ്പോൾ ഞങ്ങൾക്ക് തരുമോ? അല്ല, വിൽക്കാനായിട്ട് റൂമായിട്ട് അന്ന് വിൽക്കാനായിട്ട് മുറികളായിട്ട് ചെറിയ റൂം. അപ്പം 1.5 ലക്ഷം രൂപ തരും. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സാർ എൻ്റെ ആകെ 15 രൂപ ബാങ്കിലുള്ളൂ. ഞാൻ മാനേജറെ പോയി കണ്ടപ്പം പുള്ളി പറഞ്ഞു, ഈ ജെന്യുവൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലോൺ തരാം. അപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൽ പത്മകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് മാനേജർ. ഒരിക്കലും മരിച്ചാൽ പോലും മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു ടൈപ്പ് റൈറ്റർ ലോൺ എടുത്തിരുന്നു. 7,500 രൂപയ്ക്ക് ഗോദറേജിൻ്റെ ഒരു ടൈപ്പ് റൈറ്റർ. അത് കൃത്യമായിട്ട് ഞാൻ അടച്ചു. പുള്ളിക്ക് വിശ്വാസമില്ലായിരുന്നു ഞാൻ അടയ്ക്കുമെന്ന്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എനിക്ക് അടയ്ക്കാൻ മനസ്സുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പോയി പുള്ളിയെടുത്ത് പറഞ്ഞു, ജെന്യുവൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഞാൻ വേണേൽ റെക്കമെൻഡ് ചെയ്യാം. സോണൽ മാനേജരോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം. പക്ഷേ എനിക്ക് പ്രോപ്പർട്ടി കാണണം. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന ആളെയും കൂടെ എനിക്കൊന്ന് കാണണം. പിന്നെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഞാനും വരും കേട്ടോ. കാരണം ഇത് കള്ളമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണമല്ലോ. ഞാൻ പറഞ്ഞു, സാർ ജെന്യുവനാണ് സാർ, എനിക്ക് സ്വന്തമായിട്ടൊരു വക്കീൽ ഓഫീസ് ഉണ്ടാക്കാനായിട്ടാണ്. അങ്ങനെ ഞാൻ പോയി സാറിനോട് ചോദിച്ചു. അപ്പം പുള്ളി അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് 2 ലക്ഷം രൂപ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ അത്രയില്ല സാർ, എനിക്ക് മാനേജർ കുറച്ച് ലോൺ തരാമെന്ന്. 15 രൂപ എൻ്റെ ഉള്ളൂ, അത് മാർജിൻ മണിയായിട്ട് കൊടുക്കണം സാർ, എന്തെങ്കിലും എനിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ മുഖഭാവവും എൻ്റെ കഷ്ടപ്പാടുകളും അങ്ങേർക്ക് തന്നെ ഒരു വലിയ വിഷമൊന്നും. അങ്ങനെ എൻ്റെ അടുത്ത് പറയും, എനിക്ക് 1.5 ലക്ഷം രൂപ ഇങ്ങനെ കിട്ടിയില്ല, എനിക്ക് മുതലാവത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ അച്ഛൻ ഇതുപോലെ സെയിൽ ടാക്സിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് ഇദ്ദേഹം ടാക്സിൻ്റെ പ്രാക്ടീസ് അറിയാം. ഓ അത് ശരിയാ, ഇദ്ദേഹം സുമാരൻ നായരുടെ മകനാണല്ലേ. അപ്പം നോക്കട്ടെ, ഞാൻ തരാം. അങ്ങനെ അദ്ദേഹം ഒരു വാക്ക് തന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനൊരു കുഴപ്പമുണ്ട്, മാനേജർ ഇങ്ങനെയാണ് പറയുന്നത്, പൈസ സാറിന് അഡ്വാൻസ് തരുമ്പോൾ മാനേജർ ഉണ്ടാവണം, ഡോക്യുമെൻ്റൊക്കെ അദ്ദേഹത്തിന് ഒരു വിശ്വാസമില്ല. അതിനെന്താ, അത് ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ പറയും. അങ്ങനെ രജിസ്ട്രേഷൻ ഈ മാനേജറും കൂടെ വന്നു തിരുവനന്തപുരം. അങ്ങനെ ഞാൻ ആ റൂം മേടിച്ചു. റൂം ഇപ്പോഴുണ്ടോ? ഇല്ല, അത് ഞാൻ വിറ്റു. അത് ഞാൻ എൻ്റെ ജൂനിയറിന് തന്നെ കൊടുത്തു. എൻ്റെ ജൂനിയറിന് തന്നെ അത് ഞാൻ 1.5 എടുത്ത് ജൂനിയറിന് തന്നെ ഞാൻ കൊടുത്തു. എനിക്ക് അന്നപ്പോഴത്തേക്കും 4 ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുത്തത്. അന്ന് പക്ഷേ ആ റൂമിന് 8 ലക്ഷം രൂപ വിലയുണ്ട്. ഞാൻ 4 ലക്ഷം എൻ്റെ ഓഫീസ് മാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ ഒരു ഓഫീസ് എടുത്തു. ഒരു 7 ലക്ഷം രൂപ മുടക്കി. അത് ബാങ്ക് ലോൺ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ലോണിൽ തന്നെ ഞാനൊരു ഓഫീസ് എടുത്തു. ഹൈക്കോടതിയിലേക്ക് പിന്നെ തിരിച്ചു പോകാൻ നോക്കിയില്ലേ? ഇല്ല, പിന്നെ എനിക്ക് ഇവിടെ ട്രയൽ കോടതിയിൽ ഒരുപാട് വർക്കായി. അപ്പോൾ ഈ ട്രയൽ കോടതിയിലുള്ള വർക്കിനൊരു വലിയ കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി പേയ്മെൻറ്റ് കിട്ടും. മനസ്സിലായില്ലേ? പ്രതി ഹാജരാകുമ്പോൾ അന്ന് നമുക്ക് പൈസ കൊണ്ട് തരും. പിന്നെ ഈ ഡെയിലി നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു 10-11 മണിയാകുമ്പോൾ നമ്മുടെ കയ്യിൽ 12,000 രൂപ വരും. മനസ്സിലായില്ലേ? ഈ 2,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒരു 2,000 രൂപ വരും. അപ്പോൾ ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയെക്കാട്ടി വരുമാനം ഒരു അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ വരും. അപ്പം നമുക്കത് അപ്പം ഞാൻ പതുക്കെ എൻ്റെ ഫയലുകൾ തന്നെ ഹൈക്കോടതി കൊണ്ടുവന്ന് ഫയൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 92 തൊട്ട് ഞാൻ പോയി. അതെ, എൻ്റെ ഫയലും കൊണ്ട് ഞാൻ തന്നെ പോയി അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് ഞാൻ തന്നെ കൊണ്ടുവന്ന് ഫയൽ. അപ്പോൾ
അപ്പോൾ എനിക്ക് മറക്കാൻ അവിടെ ഏതെങ്കിലും ഒരു ക്ലാർക്കുണ്ട്, അവിടെ ഒരു ടൈപ്പിസ്റ്റ് ഉണ്ട്, ചക്രപാണി എന്നാണ്. ഇപ്പോൾ അദ്ദേഹം മരിച്ചു എന്നതാണ്, ഇപ്പോൾ ഇല്ല. അപ്പോൾ പുള്ളി അവിടെ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഇതുപോലെ കിളിവാലിൽ പോലൊരു ജനലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എഴുതി കൊടുത്താൽ മതി, ആർട്ടിക്കിൾ 226 റിട്ടെന്ന് എഴുതണം. എന്നിട്ട് നമ്മൾ ബാക്കി പെറ്റീഷണർ റെസ്പോണ്ടൻ്റ് ഇത്ര എഴുതി, ഇത് എഴുതി, ഗ്രൗണ്ട്സ് എഴുതി അവിടെ ഇട്ടിരുന്നാൽ മതി. രാവിലെ ഒരു 9:30 ആകുമ്പോൾ നമ്മുടെ ഗുമസ്തൻ ഹൈക്കോടതി ക്ലാർക്കുമാർ ഈ ടൈപ്പിസ്റ്റ് ഇരിക്കുന്ന സ്ഥലം അവിടെ ചെന്ന് കഴിഞ്ഞാൽ റിട്ട് അടിച്ച് അവൻ്റെ കൈ കൊടുക്കും. അടിപൊളി റിട്ടായിരിക്കും, ഒരു സംശയവും വേണ്ട. ബാക്കിയെല്ലാം അയാൾക്ക് അറിയാം. ചക്രവാണി അടിപൊളി റിട്ടായിരിക്കും. അത് അപ്പം തന്നെ കൊണ്ടുപോയി ഫയലാക്കുക. അന്ന് ടുഡേ മൂവ് ചെയ്യണമെങ്കിൽ ടുഡേ മൂവ് ചെയ്യാം. ആ രീതിയിലായിരുന്നു തന്നെ. നമ്മൾ രാത്രി നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ കയറി അവിടെ ചെന്ന് ഈ കിളിവാതിൽ കൂടെ എഴുതി നമ്മുടെ അജിത്കുമാർ എന്ന് എഴുതി അങ്ങ് ഇട്ടിരുന്നാൽ മതി. അജിത്കുമാർ നമ്മുടെ ഗുമസ്തൻ്റെ പേരും എഴുതിയാൽ അങ്ങനെ റെയിലുണ്ടാവും. രാവിലെ ഗുമസ്തൻ വരിക, തുണ്ടവിടെ അജിത്ത് സാറിൻ്റെ കേസ് കിട്ടുക. ആ 10 മണിയാകുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് ഫയൽ ചെയ്യാം. ഒരു കുഴപ്പം. ചക്രവാണി ഇപ്പോൾ എന്നാ സ്പീഡാണെന്നറിയോ പുള്ളിയുടെ ടൈപ്പിംഗ്, പറക്കും പേപ്പറൊക്കെ ഇത് കീബോർഡിൽ കൂടെ. ഭയങ്കര ടൈപ്പിസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ കൊണ്ടൊക്കെ ഫയൽ ചെയ്യും. ഡീൽ ആപ്ലിക്കേഷൻസ്, ചെറിയ റിട്ട് പെറ്റീഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഫയൽ ചെയ്യും. എൻ്റെ ട്രിവാൻഡ്രത്തെ വർക്ക് നോക്കും. അപ്പോൾ എനിക്ക് കുറേ ഒരുപാട് കേസുകൾ വരാൻ തുടങ്ങി. പിന്നെ ഒരുപാട് കേസ്. പിന്നെ എനിക്ക് ഒരു ബ്രേക്ക് ത്രൂ ആയ ഒരു കേസ് എന്ന് പറയുന്നത് 1988 തിരുവനന്തപുരത്ത് ഒരു വളരെ സെൻസേഷനായിട്ടൊരു കൊലപാതകം നടന്നു. തിരുവനന്തപുരത്തല്ല, നെയ്യാറ്റിൻകര രമണി കൊലക്കേസ് പറഞ്ഞു 88. അപ്പോൾ അന്ന് ജില്ലാ ജഡ്ജി 3 ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് നമ്മുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജസ്റ്റിസ് ബസൻ സാറാണ്. ബസൻ സാറിന് കോഴിക്കോട് നിന്ന് സെലക്ഷൻ കിട്ടി ജില്ലാ ജഡ്ജിയായിട്ട് ഇവിടെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോടതിയിലായിരുന്നു ആ കേസ്. അപ്പം അതിനകത്ത് 1-ാം പ്രതിക്ക് വേണ്ടി ശാസ്തമംഗലം ഗോപാലകൃഷ്ണൻ നായർ, 2-ാം പ്രതിക്ക് വക്കീലില്ല. അങ്ങനെ ജയിലിലുള്ളൊരു വാർഡൻ. പ്രതികളുമായി ബന്ധമില്ലായിരുന്നോ? ഉണ്ട്, കേസ് ഞാൻ പറയാം. അതെ, അവന് പൈസ ഉള്ളതുകൊണ്ട് ശാസ്തമംഗലം ഗോപാലകൃഷ്ണനെ കൊണ്ട്, മറ്റവൻ്റെ പൈസ ഇല്ല കിടക്കുക. അപ്പോൾ ജയിലിലൊരു വാർഡൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ആ കേസിൽ എനിക്ക് വക്കാലത്ത് കിട്ടി. ആ കേസിനകത്ത് വെച്ചാൽ രാത്രിയിൽ രമണി എന്നും പറഞ്ഞൊരു സ്ത്രീ ഇതുപോലെ അവർക്ക് ഈ മെൻസസ് സംബന്ധം എന്തോ പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. രാത്രി 1:30 മണിക്ക് അവരവിടെ നിന്ന് ഇറങ്ങി നടന്നു കളഞ്ഞു എന്നാണ് പോലീസിൻ്റെ കേസ്. പിറ്റേ ദിവസം അവരുടെ ഡെഡ് ബോഡി ഒരു പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് കിട്ടി. ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഈ മോഷണത്തിന് വേണ്ടിയിട്ടുള്ള കൊലപാതകമല്ല. അപ്പം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, കണ്ടുപിടിക്കാതായി. ക്രൈംബ്രാഞ്ചിൽ പഞ്ചാര രവീന്ദ്രനായിരുന്നു പേര്. ഒരു പേര് കേട്ടൊരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവസാനം കേസ് ക്രാക്ക് ചെയ്തു. ഒരു ഡ്രൈവറെയും പിന്നെ എൻ്റെ പ്രതി അമ്മ 2 കൂടെ പിടിച്ച് പ്രതിയാക്കി കേസ് ട്രയലായി. സെലിമേഡം ആയിരുന്നു എൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട്. സെലിമേഡത്തിനെയാണ് അപ്പോയിൻറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കേസാണ്. അത് ബസൻ സാറിൻ്റെ അടുത്ത് വരുന്നത്. എനിക്കൊന്നും ആദ്യത്തെ കേസാണോ എന്ന് എനിക്കറിയത്തില്ല. ബസൻ സാറിന് മുമ്പിലാണ് ആ കേസ് വന്നത്. ആ കേസ് ട്രയൽ കോടതിയിൽ അക്വിറ്റലായി. ആ കേസ് ഒരു വളരെ സെൻസേഷണൽ ആയിട്ടൊരു കേസായിരുന്നു. അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റേ പ്രതി എല്ലാ പ്രതിയും അല്ല, അതെ, ഞങ്ങൾ രണ്ടുപേരും 1-ാം പ്രതിയും 2-ാം പ്രതിയും അക്വിറ്റിൽ. ആ കേസിനോടനുബന്ധിച്ച് ശാസ്ത്രങ്ങളും കോർഷനെ പറ്റി ഒരു കാര്യം പറയണം. അതായത് സീനിയർമാരെ പറ്റി ഞാൻ പറയുക കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷൻ ഒരു പ്രത്യേക പ്രൊഫഷനാണ്. ഗോപാലകൃഷ്ണൻ സാറിൻ്റെയും എൻ്റെയും ജാമ്യാപേക്ഷ തിരുവനന്തപുരം കോടതി തള്ളി. ഇവിടെ 2-3 പ്രാവശ്യം മൂവ് ചെയ്ത് കിട്ടത്തില്ല, തള്ളിയപ്പോഴത്തേക്ക് സാറ് ഇതുപോലെ ഹൈക്കോടതി പോകുന്നുണ്ടെന്ന് പറഞ്ഞു, പ്രതിക്കുണ്ട്. അപ്പം ഞാൻ പോയി സാറിൻ്റെ ഗുമസ്തനെ കണ്ടു, അദ്ദേഹം കാണണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എൻ്റെ കാണണമെന്ന് പറയാൻ കാര്യം എന്താ. അപ്പം ഞാൻ അവിടെ ചെന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ പ്രതിയുടെയും കൂടെ അദ്ദേഹം മൂവ് ചെയ്യുമോ, എനിക്ക് നല്ല കാര്യം, നമ്മുടെ പ്രതിയുടെ പൈസയൊന്നുമില്ല. അപ്പോൾ സാറ് പറഞ്ഞു, എടോ താൻ പോകുന്നുണ്ടോ ഹൈക്കോടതി? ഞാൻ പറഞ്ഞു, സാറ് എൻ്റെ പൈസയൊന്നുമില്ല സാർ. അപ്പം ഒരു കാര്യം താൻ പെറ്റീഷൻ മൂവ് ചെയ്യും, അതിൻ്റെ കൂടെ എൻ്റെ പെറ്റീഷൻ ഞാൻ തയ്യാറാക്കി തരാം, അത് താൻ ഫയൽ ചെയ്യൂ, എന്നിട്ട് ഐ വിൽ കം ആൻഡ് ആർഗ്യൂ ദ മാറ്റർ എന്ന് പറഞ്ഞു. ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ ബെഞ്ചിലാണ് ആ പെറ്റീഷൻ. എൻ്റെ കയ്യിൽ 3500 രൂപ എടുത്തു തന്നു. ഞാൻ ഒരു കെട്ടെടുത്ത് ഇങ്ങനെ കയറ്റും. ഞാൻ എണ്ണി നോക്കും 3500. ഞാൻ സാർ 3500 രൂപ അത് താൻ വെച്ചോളൂ, ബാക്കി കണക്ക് ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഇതുപോലെ ചക്രവാണിക്കുള്ള പൈസ, ഫയലിങ്ങിനുള്ള ഗുമസ്തനുള്ള പൈസ എല്ലാം കൃത്യമായിട്ട് കണക്കെഴുതി തുണ്ടെഴുതി. ബാക്കി എൻ്റെ കയ്യിൽ അന്ന് ഏകദേശം ഒരു 2750 രൂപ ശിഷ്ടം ഉണ്ടായിരുന്നു. അതുപോലെ സാറിൻ്റെ ഇരുന്ന് അത് ഞാൻ താൻ വെച്ചോ താനും വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് 2750 രൂപ എനിക്ക് എൻ്റെ പ്രതിയുടെ പൈസ തന്നു. എന്നിട്ട് ആ ബെയിൽ അവിടെ മൂവ് ചെയ്തു. പക്ഷേ അത് തള്ളിപ്പോയി. അത് കസ്റ്റഡി ട്രയലായിരുന്നു. ആ കേസ് എക്വിറ്റിലായി. ഇവിടെ ജസ്റ്റിസ് ബസന്തിൻ്റെ കോടതിയിൽ അത് ഭയങ്കര സെൻസേഷണൽ എക്വിറ്റിലായിരുന്നു. ഇവിടെ ഇതുപോലെ നമ്മുടെ കുഞ്ഞിഷം പോറ്റി സാറായിരുന്നു പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് മാഡം ആയിരുന്നു.
സലീം വേഴാർ. ആ കേസിൻ്റെ തെളിവിൻ്റെ ദൗർബല്യം കൊണ്ട് ആ കേസ് അക്യൂട്ടിലായതാണ്. അല്ലാതെ അതോടെ സാറിന് കൂടുതൽ എനിക്ക് അപ്പം തിരക്കുള്ള വക്കീലായി. അപ്പോൾ എനിക്കൊരു നല്ല വർക്കായി, പല സ്ഥലത്തുനിന്നും വർക്കായി. പിന്നെ നർക്കോട്ടിക്സ് കേസസ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു, അന്ന് നർക്കോട്ടിക്സ് NDPS ആക്ട് വന്നതേ ഉള്ളൂ, ഈ മയക്കുമരുന്ന് നിയമം വന്നതേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് ഒരുപാട് പുതിയ പുതിയ കേസുകൾ വന്നു. അപ്പം കുറേ കേസുകൾ വന്നു. അപ്പോൾ ചാലയിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്ഥിരം വക്കാലത്ത് ഈ പ്രതികൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സാറിന് അറിയാമല്ലോ, മിക്കവരും തന്നെ പ്രതികളാണ്. 98% നിരപരാധികൾ കുറവാണല്ലോ. അപ്പോൾ ഇവർക്ക് വേണ്ടി വാദിക്കാനായിട്ട്, ഇവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തേലും ഈ വെറുതെ നിയമവും അവരുടെ വാക്കും അല്ലാതെ വലിയ അഭിഭാഷകര് ക്രൈം സീൻ പോയി ഒരു പോലീസുകാരെ പോലെ പഠിക്കുന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ അത് ചെയ്യണം. അത് കേസ് നന്നായിട്ട് പഠിക്കണം. പോലീസിൻ്റെ ഒരു കേസ് ഒരു പ്രത്യേക ഒരു ഫൗണ്ടേഷനിലായിരിക്കുമല്ലോ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് ഫൗണ്ടേഷനിലാണ് അത് വർക്ക് ചെയ്തിട്ടുള്ളത്, ആ ഫൗണ്ടേഷൻ നമുക്ക് എങ്ങനെയെങ്കിലും പൊളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പൊളിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഫാക്ട്സ് വെച്ചിട്ട് എങ്ങനെ പൊളിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ആ കേസിനകത്ത് ഏത് രീതിയിൽ നമ്മൾ ക്രോസ് ചെയ്ത് കൊണ്ടുവരണം, ഏത് രീതിയിൽ നമ്മളൊരു ഡിഫൻസ് തിയറി കൊണ്ടുവരണം, ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിൽ വ്യക്തമായിട്ടൊരു ബോധം വരണം. ചില കേസുകൾ പൊളിക്കാൻ പറ്റുകയില്ല, പറ്റത്തില്ല. അല്ല, അത് കേസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അജ്മൽ കസബിൻ്റെ കേസുണ്ടല്ലോ, അതിനെപ്പറ്റി രാം ജത്മലാനിയുടെ ഇൻ്റർവ്യൂവിനടുത്ത് ആ ഇൻ്റർവ്യൂവർ ചോദിച്ചു, ഇദ്ദേഹം വലിയൊരു അഡ്വക്കേറ്റ് അല്ലേ, അപ്പം സാർ നിങ്ങൾ അജ്മൽ കസബിൻ്റെ കേസ് നിങ്ങൾക്ക് എടുത്താൽ നിങ്ങൾക്കത് പൊളിക്കാൻ പറ്റൂലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വാട്ട് എ ഫൂളിഷ് ക്വസ്റ്റ്യൻ യു ആർ ആസ്കിങ്, ദാറ്റ് കേസ് ഇസ് ഇൻഡിഫെൻസിബിൾ. അങ്ങനെ ഉണ്ട് ഒരുപാട് കേസ് നമുക്ക് പൊളിക്കാൻ പറ്റത്തില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മികവാണോ? അല്ല, അത് കേസിൻ്റെ നേച്ചറിൻ്റെ മികവാണ്. ഒരു കേസിൻ്റെ നേച്ചറിന് ഇപ്പം ഉടനെ മർഡർ ആയ ഉടനെ ക്രൈം സീനിൽ പോലീസ് വരുന്നു, അപ്പം തന്നെ സാക്ഷികൾ അവൈലബിൾ ആകുന്നു. ആ സാക്ഷികളൊന്നും തന്നെ പ്രതിഭാഗത്തേക്ക് ചേരുന്നില്ല. നമ്മളെ പ്രതി വിചാരിച്ചാൽ ആ സാക്ഷിയൊന്നും സ്വാധീനിക്കാൻ പറ്റുകയില്ല, നല്ല മുറുക്കമുള്ള സാക്ഷികളാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കേസിനകത്ത് നമുക്ക് കേസ് കാണുമ്പോഴറിയാം, നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അതെങ്ങനെയുണ്ട്. ഞാൻ എൻ്റെ എല്ലാ പ്രതികളോടും ഞാൻ പറയും ഞാൻ തുടക്കത്തിൽ ഞാൻ പറയും, ഒരുപക്ഷെ നല്ല കാര്യം അതാണ്. എനിക്ക് തോന്നുന്നത്, എനിക്കത് പറയാനായിട്ട് അർഹതയുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പോഴും ഇത് ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, നമ്മളൊരിക്കലും ഒരു പ്രതിയോട് കള്ളം പറയരുത്. എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു പോളിസിയാണ്. ഞാൻ വരുന്ന ഇപ്പം ടെക്നോ പാർക്കിലെ നിനോ മാത്യുവിൻ്റെ കേസ്, ആ കേസിനകത്ത് നിനോ മാത്യുവിൻ്റെ കസ്റ്റഡി ട്രയലാണ്. ഞാൻ അവരുടെ അടുത്ത് വന്നോണ്ട് ആദ്യമേ പറഞ്ഞു, ഞാനൊരു കാര്യം ഞാൻ സാറിനോട് പറയാം, ദിസ് കേസ് ഈസ് വെരി ഡേഞ്ചറസ്. നമ്മളെ കുറ്റക്കാരനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ഇതിനകത്ത് നമുക്ക് തൂക്കുകയർ വരെ വരാം. ഞാനൊരു മുതുകാടല്ല, ഐ എം ഓൺലി ആൻ അഡ്വക്കേറ്റ്, ഐ ക്യാൻ ഓൺലി ഫൈറ്റ് യുവർ കേസ്, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇത് മാത്രമേ എനിക്ക് അതിനകത്ത് പറ്റുള്ളൂ. കാരണം ജഡ്ജി അപ്പോയിൻ്റ് ചെയ്യുന്നത് ഞാനല്ല, പ്രോസിക്യൂട്ടർ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഞാനല്ല. ഒരു ജില്ലാ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലാ ജഡ്ജിക്ക് ഒരു വക്കീലിന് അനുകൂലമായിട്ടൊരു ജോലി ഒരു വിധി എഴുതിയതുകൊണ്ട് അയാൾക്ക് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും അത് ചെയ്യുകയില്ല. ഞാൻ നിനോ മാത്യുവിൻ്റെ കേസ്, പെൺകൊച്ച് അനുശാന്തി. ആ പെൺകുട്ടി ശരിക്കും ഈ പറയുന്ന മാതിരി പ്രതിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നി ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിയാണ് അല്ല. ആ കേസിനകത്ത് ഇവിടെ ഇപ്പം ഒന്നാം പ്രതിയെ തൂക്കാൻ വിധിച്ചു, രണ്ടാം പ്രതിയെ അനുശാന്തിയെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ ഡെത്ത് സെൻറ്റൻസ് റെഫറൻസ് ആയിട്ട് കിടക്കുന്നു. ഇതിപ്പം ചിലപ്പോൾ ഇപ്പം ഈ മാസം അവിടെ കേൾക്കാനായിട്ട് വന്നു, വിനോദ് ചന്ദ്രൻ്റെയും ജസ്റ്റിസ് ജയചന്ദ്രൻ്റെയും ബെഞ്ചിൽ ഇത് കേൾക്കാനായിട്ട് വന്നു. എന്തോ കാരണം കൊണ്ട് ജസ്റ്റിസ് സാറിന് അദ്ദേഹത്തിന് സുഖമില്ലാതായതുകൊണ്ട് കേസ് മാറി. പക്ഷേ ഉടനെ തന്നെ അത് കേൾക്കാൻ റൈപ്പായിരിക്കുക കേസ്, ഉടനെ കേട്ടേക്കും. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കേസിനകത്ത് അനുശാന്തി 101% ഇന്നസെൻ്റ് ആണ്. സത്യമാണത്. അല്ല, എനിക്കത് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. സത്യമാണ്. ആ സ്ത്രീക്ക് അവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നിരിക്കാം, ആ ബന്ധത്തിന് പേരിൽ അവൾ ഇൻവൈറ്റ് ചെയ്തിരുന്നിരിക്കും. പോലീസ് പറയുന്നത് പോലെ അല്ല സംഭവം, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. പക്ഷേ സബ് ജുഡീസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അത് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ഇല്ല. പക്ഷേ കേസ് നടത്തി ഈ ചോദ്യം വന്നുകൊണ്ട് ഞാൻ പറയാം, ആ പോലീസ് പറയുന്ന പല കേസുകളും ഒരു 99% ഓഫ് ദ കേസസ് നമ്മൾ കോടതിയിൽ വരുമ്പം കോടതിയിൽ കാണുന്ന കേസല്ല, കോടതിയിൽ വരുന്ന കേസെന്ന് പറയുന്നതിനകത്ത് പോലീസിൻ്റെ കേസ് സത്യമല്ല. അത് ക്ഷമിക്കണം, ഞാൻ അങ്ങേ കുറ്റം പറയുകയില്ല. ഇപ്പോൾ ഈ മീഡിയക്കാർക്ക് പറ്റുന്നൊരു കാരണം അത്, മീഡിയ ദേ ആർ ഓൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പോലീസ് വെർഷൻ. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങോട്ട് പറയട്ടെ, അതിൻ്റെ അർത്ഥം പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രതിക്ക് ഏത് കുറ്റം ചെയ്യും, പക്ഷേ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കുറ്റമല്ല ഇത്. ദാറ്റ്സ് എ പോയിന്റ്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ ഡിഫെൻഡ് ചെയ്തൊരു കേസാണ് ഹരിഹരവർമ്മ കേസ്. ഹരിഹരവർമ്മ ആരാണെന്ന് ഇന്നും കേരള പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഹരിഹരവർമ്മയെ കൊന്നത് ഹരിഹരവർമ്മയുടെ കയ്യിൽ
115ഓളം 115 കുടുംബങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന രത്നങ്ങളെല്ലാം അയാളുടെ കയ്യിലുണ്ടെന്നും അവരുടെ പവർ ഓഫ് അറ്റോർണി ഉണ്ടെന്നും ആ രത്നങ്ങൾ കോടാനുകൂടി വില വിധിക്കുന്ന രത്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുമാണല്ലോ. ഞാൻ അങ്ങത് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കില്ല. ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നോ പ്രതികളുടെ കയ്യിൽ നിന്നോ, എൻ്റെ പ്രതി അതിനകത്തുണ്ടായിരുന്നല്ലോ, 1-ാം പ്രതികളുടെ കയ്യിൽ നിന്നോ എടുത്ത ഏതെങ്കിലും ഒരു കല്ല് രത്നമാണെന്ന് കോടതി തെളിയിച്ചിരുന്നോ? ഏതെങ്കിലും മീഡിയക്കാരനത് ചോദിച്ചോ? എന്നാൽ പ്രതിഭാഗത്ത് നിന്ന് ഞാൻ പെറ്റീഷൻ ഇട്ടായിരുന്നു, ഇത് രത്നമാണോ ഇല്ലയോ എന്ന് തെളിയിക്കണം. ആ പെറ്റീഷൻ തള്ളി കോടതി. കാരണം അത് തെളിയിച്ചാലല്ലേ നിലനിൽക്കും, കേസിന് നിലനിൽക്കും. ആ കേസ് എന്തായി? എന്നിട്ട് ആ കേസ് ശിക്ഷിച്ചു. ആ കേസ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് കൺഫേമായി. സെഷൻ ജഡ്ജിന് ശിക്ഷ ശരിവെച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയിലെ SLP സ്റ്റേജിൽ കിടക്കുക ആ കേസ്. പക്ഷേ ആ കേസിനകത്ത് പോലീസ് പറഞ്ഞ സ്റ്റോറിയല്ല അതിൻ്റെ സത്യം. എന്തുകൊണ്ട് അത് കോടതിക്ക് മനസ്സിലാവുന്നില്ല? അതിനകത്ത് ഇത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ പോലീസില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അതായത് ഇതിനകത്തൊരു പ്രശ്നം, അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്, കൊന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെ, പക്ഷേ ആ കൊല ഈ പറഞ്ഞ രീതിയിലുള്ള സംഭവം അല്ല കൊലയിലേക്ക് വന്നത്. പ്രതികൾ ഇവർ തന്നെയാണെന്ന് വരാം. അതെ, അത് ഇറ്റ് വാസ് ആൻ ആക്സിഡൻ്റൽ ഡെത്ത്. അത് സംഭവം, അത് കൊല്ലാൻ വേണ്ടി പോയതല്ല, കൊല്ലാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അവർ രത്നങ്ങൾ മോഷ്ടിക്കാനല്ല പോയത്. പക്ഷേ അയാൾ മരണപ്പെട്ടു, അത് സത്യമാണ്. ആ മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ അത് മരണപ്പെടാനുള്ള കാരണം അയാളുടെ കഴുത്തിന് ആരോ കയറി പിടിച്ചു. ഈ തെളിവ് നിയമം അനുസരിച്ച് വേണമല്ലോ തെളിയിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാൻ. അതെ, അപ്പോൾ ഇവർക്ക് ഈ തെളിവ് നിയമം അവരെന്തുകൊണ്ട് കോടതി ഇത് പരിഗണിക്കുന്നില്ല? ഇത് രത്നമാണെന്ന് തെളിയിച്ചില്ലെങ്കിൽ തന്നെ രത്നം മോഷ്ടിച്ചെന്നുള്ള വാദം പോയല്ലോ. പോയി. അതെ, പിന്നെ എന്തുകൊണ്ട് കോടതി പരിഗണിക്കും? എനിക്കറിഞ്ഞൂടെ. ഞാൻ 40 വർഷമായിരുന്നു ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഉത്തരവും തരാൻ പറ്റുന്നില്ല. സത്യം പറയാം, ആ രീതിയിലാണ് ഇതിൻ്റെ ഒരുപാട് കേസുകളിൽ. സാർ പറയുമ്പോഴാണ് ഓർക്കുന്നത്. പക്ഷേ അനിശാന്തി കേസ് എനിക്ക് അവരോട് വലിയ സിമ്പതിയുണ്ട്. ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ അവരും ആ ഭ്രാന്തനുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നുള്ള സത്യമാണ്. ആ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അവർ തമ്മിൽ ആ ബന്ധം ഇതിനു വേണ്ടി ആവാം അവൾ ഈ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവനെ വീട്ടിലേക്ക് ആരും അറിയാതെ വിളിച്ചതായിരിക്കും. അതിനെ കൊല്ലാൻ വിളിച്ചു എന്ന് ആക്കി തീർത്തത് ഭയങ്കര കഷ്ടമായി പോയി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഒരു ഘട്ടത്തിൽ അവർക്ക് തോന്നിക്കാണും കൊച്ചും പോയി. എന്താണെന്തോ പോലീസ് അവരെ പ്രതിയാക്കി, അനിശാന്തിയെ പ്രതിയാക്കി വളരെ ശക്തമായിട്ട് പ്രോസിക്യൂഷൻ ആ കേസുമായിട്ട് മുന്നോട്ട് വന്നു. ആ കേസിനകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന വിനോദ് കുമാറാണ്. വിനോദ് കുമാർ അതിന് ശേഷമുള്ളൊരു ഇൻ്റർവ്യൂവിൽ വിനോദ് കുമാർ പറയുകയും ചെയ്യും. വിനോദ് കുമാർ ഇപ്പോഴും അടുത്ത കാലത്തും പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഷീ ഈസ് ഈക്വലി ഗിൽറ്റി എന്ന് പറഞ്ഞു. എൻ്റെ അധ്യാപകനാണ് വിനീത് അല്ലേ? ഓക്കെ. പക്ഷേ അദ്ദേഹത്തിന് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നാലും അതെ, തീർച്ചയായിട്ടും. പക്ഷേ അതെ, പക്ഷേ എനിക്ക് ഐ ഹാവ് മൈ ഓൺ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അതിനകത്ത് കുറേ പിന്നാമ്പുറ കഥകളുണ്ട് ഒരുപാട്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ചോദ്യം, തെളിവ് നിയമങ്ങളും IPCയും CRPC ഒന്നും ശരിക്കും ചില തീരുമാനങ്ങളിൽ ബാധകമല്ലാതെ ആവാറുണ്ടെന്നാണ് അർത്ഥം. നമ്മൾ ഈ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറ്റം ചെയ്തോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. നമ്മുടെ മുമ്പിലുള്ളത് IPCയും CRPCയും തെളിവ് നിയമങ്ങളുമാണ്, എവിഡൻസ് ആക്ട്. അതൊന്നും ചിലപ്പോൾ ബാധകമല്ല. മാധ്യമങ്ങൾ എഴുതുന്നതും പോലീസ് പറയുന്നതും ഇതിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഞാനിപ്പം അങ്ങയുടെ മുമ്പിലിരിക്കുന്നു, പറയുന്നു. ഇപ്പം അവിടെയുള്ള 2-3 പേര് നിങ്ങളോട്, ഞാനിവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞു, അജിത്തുമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന സൂക്ഷിച്ചോളണം, പുള്ളി മിക്കവാറും എപ്പോഴും വെള്ളമാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചോളണം, ഭയങ്കര മദ്യപാനിയാണ് എന്ന് പറയുന്നു. യു വിൽ ബി പ്രെജുഡൈസ്ഡ്. അല്ലാതെ നിങ്ങൾ വെളിയിൽ നിന്ന് നിങ്ങൾ ഇപ്പം ഞാൻ അങ്ങേപ്പറ്റി പറയുകയല്ല, നിങ്ങളുടനെ വെളിയിൽ എന്നെ അജിത്ത് ഇങ്ങനൊരു അഭിപ്രായം കേട്ടില്ല, അയാൾ 24 മണിക്കൂർ അയാൾ മദ്യപിക്കുകയാണോ, അങ്ങനെ കാണാറുണ്ടോ അയാളെ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നില്ല. ഇല്ല, അത് നമ്മുടെ ഒരു മനുഷ്യ സ്വഭാവമാണ്. ഒരു കൊലപാതകം നടങ്ങാൻ ഒരു സംഭവം അറിയാം, ആരെങ്കിലും ഒരാളെ അക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറുവശത്തേക്ക് നമ്മൾ നോക്കുന്നില്ല. മറുവശം ഇതാണോ, ഇങ്ങനൊരു പോയിൻ്റ് അതിനുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് മനുഷ്യ മനസ്സിന് തയ്യാറാണ്. ഇത് തന്നെയാണ് അവൻ ചെയ്തതാണത്. ചുമ്മാതെ നമ്മളാരെങ്കിലും പിടിക്കണോ? പോലീസ് തന്നെ പിടിച്ചോ? ഇല്ലല്ലോ. തന്നെ പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അത് ചുമ്മാ റോഡിൽ കിടക്കുന്നതിനൊക്കെ പോലീസിൽ കയറി പിടിച്ചോണ്ട് പോവുകയാണോ? ഇതൊരു മനുഷ്യ സഹജമായ അല്ല. അത് നമ്മുടെ ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം അൺഫോർച്ചുനേറ്റ്ലി പോലീസ് വാണ്ട്സ് പബ്ലിസിറ്റി. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം കാണുന്നത്. ഇപ്പോൾ എക്സൈസുകാർ മയക്കുമരുന്ന് കേസ് പിടിച്ചു, അപ്പോൾ പ്രതികളെയും പിടിച്ച പോലീസുകാരെയും വെച്ച് പടം എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് ആ കേസിൻ്റെ തെളിവിന് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ആ കേസിൻ്റെ ശിക്ഷയിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽസിന് ഗ്യാദർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ചെയ്തത്? അതുമല്ല. പോലീസ് ഇത് ചെയ്യാറുണ്ട്.
അപ്പോൾ അതിൽ നിന്ന് ഞാനത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാനൊരു ജഡ്ജിയല്ല, ഞാൻ എൻ്റെ ആളുമല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതെന്തിനാണ് അവർ ചെയ്യുന്നത്? അവരുടെ പബ്ലിസിറ്റി ആണ് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ നിയമവാഴ്ചയെ, നിയമ സംവിധാനത്തെ പത്രങ്ങൾ വല്ലാതെ ദുസ്വാധീനം ചെയ്യുന്നു ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിൽ ഇതുണ്ട്. അമേരിക്കയിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ? അവിടുത്തെ ട്രയലൊക്കെ ഭയങ്കരമായിട്ട് പബ്ലിസൈസ് ചെയ്യും. എല്ലായിടത്തും ഉണ്ട്. ഓപ്പൺ ട്രയലാണ്, പബ്ലിസൈസ് ചെയ്യും. മീഡിയയ്ക്ക് ഇത് അവിടെ വലിയ റോളുണ്ട്. മീഡിയ അക്യൂസിൻ്റെ ഇൻ്റർവ്യൂ, അക്യൂസിൻ്റെ അഡ്വക്കേറ്റിൻ്റെ ഇൻ്റർവ്യൂ, സാക്ഷികളുടെ ഇൻ്റർവ്യൂ, ജൂറികളെ സെലക്ട്, അവിടെ ജൂറി ട്രയലാണ്. അപ്പോൾ ജൂറികളെ സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഇൻ്റർവ്യൂ, ജൂറിയുടെ ബാക്ക്ഗ്രൗണ്ട്, ജൂറിക്ക് കേസുമായിട്ട് എന്തെങ്കിലും വലിയ കുഴപ്പങ്ങളാണത്. ഇത് മീഡിയ വലിയൊരു... അപ്പം നിരപരാധികളും ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്നാണോ? കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മീഡിയ എന്ന് പറയുന്നത് ഒരു റോട്ട് വീലർ പട്ടിയെ പോലെയാണ്. എല്ലാവർക്കും റോട്ട് വീലർ വളർത്താൻ പറ്റില്ല. പക്ഷെ റോട്ട് വീലർ ലോകത്തിലുള്ളതിൽ ഏറ്റവും ലോയലായിട്ടുള്ള ഡോഗാണ്. ശരിയല്ലേ? റോമൻ ചക്രവർത്തിമാർ കിടന്നുറങ്ങുമ്പം അവരുടെ കാലിലും തലയിലും 2 പട്ടിയെ കിടത്തുമായിരുന്നു, റോട്ട് വീലർ പട്ടിയെ. കാരണം അവർ റൂമിൽ മുറികളില്ല. റോമൻ ചക്രവർത്തിമാർ കിടക്കുന്ന മുറി അവർ വലിയ ഓപ്പൺ ഹോളിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പം അവൻ അത്രമാത്രം ലോയലാണ്. റോമൻ ചക്രവർത്തിയുടെ അടുത്ത് രാത്രി ഉറങ്ങുമ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ ഫിനിഷ് ചെയ്ത് കളയും അവനെ. അതാണ് റോട്ട് വീലറിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ റോട്ട് വീലറിനെ മാനേജ് ചെയ്യാൻ അറിയണം. റോട്ട് വീലറിനെ മാനേജ് ചെയ്യാൻ അറിയാത്തവൻ അതിനെ വളർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. ആ പട്ടിയുടെ ഒരു ജനസ് അതാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് മീഡിയയെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. മീഡിയ കായംകുളം വാളാണ്, എങ്ങനെ വേണമെങ്കിലും വെട്ടും. അത് ഇടത്തോട്ടും വെട്ടും വലത്തോട്ടും വെട്ടും, ഇരുതല മൂർച്ചയുണ്ടായി. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചുമ്മാ FIR കേസെടുക്കുന്ന ട്രെൻഡ് ഉണ്ടല്ലോ. ഉദാഹരണത്തിന് അങ്ങ് കൈകാര്യം PC ജോർജിൻ്റെ കേസ്. ഞാൻ CBIയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാകുന്നത് തുറന്ന് ഞാൻ പറയാം, കേരളത്തിലെ RSSൻ്റെ താല്പര്യപ്രകാരമാണ്. സാർ ഇപ്പോൾ കസ്റ്റംസിൻ്റെ കേസ് ഞാൻ നോക്കുന്നുണ്ട്. കേസുണ്ട്, ആ സ്വർണ്ണക്കടത്തൊക്കെ ഉണ്ട്. സ്വപ്നയുടെ എല്ലാം മറ്റേ പിണറായിക്ക് വേണ്ടി നിൽക്കുമെന്നാണ് പറയുന്നത്, കസ്റ്റംസും CBI ഒക്കെ.